മിഥുൻ, ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ആഭ്യന്തര വകുപ്പും അതിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും മുഖ്യമന്ത്രി നൽകിയ മറുപടിയും എല്ലാം ഏറെ ചർച്ചയായിരിക്കുകയാണ്. ഇപ്പോൾ നിരവധി കേസുകൾ എന്ന് വെച്ചാൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, പോലീസിന്റെ ക്രൂരമായ നടപടികൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇടതുപക്ഷം, സർക്കാർ, മുഖ്യമന്ത്രി എല്ലാം പറയുന്നത് അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന്. മാത്രമല്ല അതിനോടൊപ്പം അവരൊരു റിപ്പോർട്ട് പറയുന്നുണ്ട്, 144 പേരെ ഈ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ഇവർ പിരിച്ചുവിട്ടു എന്ന്. അപ്പൊ ഈ 144 എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യ തന്നെയാണ്. സർക്കാർ സർവീസിൽ നിന്ന്, അതായത് പോലീസ് വകുപ്പിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരാണ്. 10 വർഷത്തെ കണക്കെടുത്താൽ ഒരു വർഷം കൊണ്ട് 14 ഉദ്യോഗസ്ഥരെ വെച്ച് പുറത്താക്കി. അത് ഒരു ചെറിയ നമ്പർ അല്ല. അപ്പോ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. പോലീസിൽ 1-2 പുഴുക്കുത്തുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 1-2 പുഴുക്കുത്തുകളെ ഉള്ളൂ എങ്കിലും ഇത്രയും ആൾക്കാരെ, ഇത്രയും പോലീസുകാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നു. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? ശരിക്കും ഇത് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടുന്ന മറുപടി ഇവിടുന്നുണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയത്തില് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു. അത് വലിയ വിവാദമായി തുടരുന്നതിനിടയ്ക്ക് വീണ്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായ മോശപ്പെട്ട അനുഭവങ്ങൾ KSUവിന്റെ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. പല വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനിടയ്ക്കാണ് മെനഞ്ഞാന്ന് മുഖ്യമന്ത്രി LDF യോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം മുന്നണിക്കകത്ത് തന്നെ വിശദീകരിക്കുന്നത് അന്നാണ്. അപ്പോൾ പറഞ്ഞത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്, ഇത് പ്രതിപക്ഷം പർവ്വതീകരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് 40 മിനിറ്റ് എടുത്തു ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം വിശദീകരിക്കാനായിട്ട്. 40 മിനിറ്റ് അദ്ദേഹം എടുത്തു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. പിന്നീട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം വരുന്നു. അടിയന്തര പ്രമേയത്തിൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ വാദമുനകളെയൊക്കെ തന്നെ ദുർബലപ്പെടുത്താനായിട്ട് ഭരണപക്ഷം ആദ്യം സംസാരിച്ച ആൾ മുതൽ അവസാനം മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വരെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയിലാണ് ഞാൻ ജീവിച്ചത്, അവിടെ നിന്നാണ് എനിക്ക് മർദ്ദനമേറ്റതെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഈ മോദിയുടെ ഒരു പണിയാണത്. നമുക്കറിയാമല്ലോ, എന്ത് പറഞ്ഞാലും ജവഹർലാൽ നെഹ്റുവിനെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടാണ് മോദി എല്ലാത്തിനും മറുപടി പറയുക. സമാനമായ രീതിയിലാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. അപ്പോൾ അന്ന് മുതലുള്ള പോലീസിന്റെ കാര്യങ്ങൾ എടുത്ത് അതിനെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി ഇതിനെയൊക്കെ തന്നെ നോർമലൈസ് ചെയ്ത് ഇതൊക്കെ തന്നെ സർവ്വസാധാരണമാണ്, നേരത്തെ ഇതൊക്കെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അതിനെ നോർമലൈസ് ചെയ്യുക എന്നൊരു നടപടിയാണ് ആദ്യം മുതൽ അവസാനം വരെ ആ ഭരണപക്ഷത്തു നിന്നുള്ള ആളുകളിൽ നിന്നും ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 144 പേരെ ഞങ്ങൾ സർവീസിൽ നിന്നും പുറത്താക്കി. അതാണ് വലിയ സംഭവമായിട്ട് അദ്ദേഹം കാണിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇതുമായി ഇത്രയൊന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. അതിനെ രമേശ് ചെന്നിത്തല ഖണ്ഡിക്കുന്നുണ്ട്, അത് തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ 144 ഇപ്പൊ നമുക്ക് മുഖവിലേക്ക് അത് എടുത്ത് തന്നെ 144 പേരെ അദ്ദേഹം പുറത്താക്കിയെങ്കിൽ എന്തിനെ പുറത്താക്കി എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. എന്തൊക്കെ കുറ്റങ്ങൾ ഈ 144 ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇപ്പൊ ഇവരാരും ഇതിൽ ഉൾപ്പെട്ടില്ല. മാത്രമല്ല ഒരു പോലീസ് സ്റ്റേഷനിൽ കോഫി മെഷീൻ വെച്ച ഒരാള്, അത് ഈ 144 പെടുന്നതാണ്. കോഫി മെഷീൻ വെച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു എന്ന് എന്റെ ഓർമ്മ ശരിയല്ല, ഇതിൽ ഉൾപ്പെടുമെന്ന് തോന്നുന്നു. പിന്നെ ആരോ മാങ്ങ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോലീസുകാരനുണ്ട്. പക്ഷേ സുജിത്തിന് മർദ്ദനമേറ്റ സുജിത്തിന്റെ കേസ് ഹിസ്റ്ററി പരിശോധിക്കണം. അയാൾക്ക് ഇത്രയേറെ കേസുണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകന് 11ഓളം കേസുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ കുറ്റമാണോ? അപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് എന്താ, അപ്പൊ പോലീസ് പിടിച്ചോണ്ട് പോയാൽ ഇതുപോലെ മർദ്ദിക്കണം, അതിനെ ന്യായീകരിക്കുകയാണോ അദ്ദേഹം ചെയ്തത്? അല്ല, അത് അദ്ദേഹം പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു ആഭ്യന്തരമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ആഭ്യന്തരമന്ത്രി എന്നല്ല, അദ്ദേഹം പണ്ട് അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ എത്ര കേസുകളുണ്ട്. അതാണ് റോജിയം ജോൺ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച് തുടങ്ങിയത്. 1977 ഈ സംഭവത്തിന് ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിയമസഭ തുടങ്ങുമ്പോൾ ആദ്യം സംസാരിക്കുന്ന വ്യക്തികളിൽ ഒരാള് ഈ പിണറായി വിജയനാണ്. അന്ന് അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റോജിയം ജോൺ ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ച തുടങ്ങിയത് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രിയുടെ പദവിയിലിരിക്കുന്നു, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം സുജിത്തിനെതിരെ 11 കേസുകളുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ പർവ്വതീകരിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ എത്രയോ കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്ന് പറഞ്ഞാൽ കേസുകൾ പുത്തരിയല്ല, എല്ലാവർക്കും എതിരെ കേസുകളുണ്ടാകും. പക്ഷേ അദ്ദേഹം അതിനെ ഈ പറയുന്നത് പോലെ ആ പോലീസുകാർക്ക് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടിടിക്കാം എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ അത്തരമൊരു അനുവാദം നൽകുകയാണ്.
അയാളെ ഇടിച്ചതിനെ നോർമലൈസ് ചെയ്യുകയല്ലേ, അല്ലേ? അതൊന്നും കാര്യമൊന്നുമില്ല. ഇയാൾ 11 കേസുകൾ പ്രതിയാണ്. അപ്പോൾ 2 എണ്ണം കൊള്ളേണ്ടവനാണ് ഇവൻ എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവനയായി ഇപ്പൊ പറയാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. എനിക്കത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു, ഇപ്പൊ ബസ്സിലോ വഴിയിലൊക്കെ വെച്ച് ഏതെങ്കിലും പെൺപിള്ളേരെ ഏതെങ്കിലും പൂവാലന്മാർ ശല്യം ചെയ്യുമ്പോൾ അവള് സ്ലീവ്ലെസ് ഇട്ടവളല്ലേ, അതുകൊണ്ട് അവളെ എന്ന് പറയുന്ന നമ്മൾ സാധാരണ ലെവലിലുള്ള ഒരു തരംതാണ ആൾക്കാർ പ്രതികരിക്കുന്ന രീതിയിലുള്ള സംഭവം. അവന് 11 കേസുണ്ട്, അവനൊരു ഇതാണ്, അവനെ തല്ലാം എന്നാ. പക്ഷെ അദ്ദേഹത്തിനെതിരെ കേസുകൾ എന്താണെന്ന് പറയണ്ടേ? ഇപ്പൊ വലിയ ഗുരുതരമായ കേസുകളാണ്, അല്ലെ കാപ്പ ചുമത്തപ്പെട്ടവനാണ്, അല്ലെങ്കിൽ പോക്സോ കേസുണ്ട്, അല്ലെങ്കിൽ മറ്റു കേസുകൾ ഉണ്ടെങ്കിൽ അത് പറയണം. അത് പറഞ്ഞില്ല. എന്താ കാരണം? അത്തരമുള്ള കേസുകളല്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ചെറുപ്പക്കാരനായ 32-29 വയസ്സം കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. അയാൾക്കെതിരെ വരുന്ന കേസുകൾ നമുക്കറിയാം. ഇന്നലെ തന്നെ അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അദ്ദേഹം ഈ കോവിഡ് കാലത്ത് സാമൂഹിക കലം പാലിച്ചില്ല, ഒപ്പം തന്നെ മറ്റ് ചില സമരങ്ങൾ നടത്തി. അതൊക്കെയാണ് ഈ 11 കേസുകളിൽ വരുന്നത്. അതിന്റെ പേരിൽ അയാളെ കൊണ്ടുപോയിടിച്ചിന്. അത് മാത്രമല്ല കേട്ടോ, അതിന്റെ തലേന്ന് ഈ പറയുന്ന തൃശ്ശൂരിലെ സുജിത്തിന്റെ ജില്ല തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറി, അദ്ദേഹം നല്ലൊരു നേതാവായിട്ടും MLA ആയിട്ടൊക്കെ നമ്മൾ വിലയിരുത്തിയ ഒരാളാണ് അദ്ദേഹം, KB അബ്ദുൽ ഖാദർ. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. സുജിത്തിനെ എന്താണ് വിചാരിച്ചത്? സുജിത്ത് യൂത്ത് കോൺഗ്രസ് എന്താണ് വിചാരിക്കുന്നത്? നിങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി, പോലീസ് പിടിച്ചുകൊണ്ട് പോയി നിങ്ങൾക്ക് ബിരിയാണി വാങ്ങിത്തരാനാണോ പോലീസ് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക? അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ്. പോലീസ് പിടിച്ചുകൊണ്ട് പോയി ബിരിയാണി വാങ്ങി തരത്തില്ല, പകരം ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പം പിണറായി വിജയൻ അപ്പൊ എന്താണ് വിചാരിച്ചിരുന്നത്? പണ്ട് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോ എനിക്ക് വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. P രാജീവിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മുൻപ് അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇടതുപക്ഷ ഹാൻഡിലിൽ തന്നെയാണ്. അപ്പോ അന്ന് അത് അനുഭവിച്ചു എങ്കിൽ നിങ്ങളും ഇത് തന്നെ അനുഭവിച്ചു. അന്ന് ഇവർ അനുഭവിച്ചപ്പോൾ അത് ചെയ്തത് തെറ്റായിരുന്നു. അപ്പൊ ഇവർ ഭരണത്തിലേറുമ്പോൾ ആ തെറ്റ് തന്നെ ഇവരും ആവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണം? അല്ല, അതാണ് ഈ പറയുന്ന താരതമ്യത്തിന്റെ ഒരു വിഷയം വരുന്നത്. അതാണ് കാര്യം. മുൻപ് നിങ്ങളുടെ കാലത്തൊക്കെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അത് വലിയ കുറ്റമായിട്ടൊന്നും നിങ്ങൾ കാണട്ടെ, ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. നിങ്ങൾ അന്നൊക്കെ ചെയ്തില്ലേ? നിങ്ങളിപ്പോൾ ഞങ്ങളെ പിടിച്ചോണ്ടിടിച്ചു, അല്ലെങ്കിൽ എന്നെ പിടിച്ചിടിച്ചു, മുഖ്യമന്ത്രി പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു മന്ത്രിയെ പിടിച്ചിടിച്ചു അന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഇടി കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് സഹിച്ചോ, ഞങ്ങൾ അന്ന് കൊണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് കൊള്ളുന്നു, ഞങ്ങളുടെ പോലീസാണ്, നിങ്ങൾ അങ്ങ് സഹിച്ചോ എന്ന് പറയുന്ന തരത്തിലുള്ള പ്രതികരണം. അതാണ് ഈ താരതമ്യം വരുന്നത് അവിടെയാണ്. അല്ലെങ്കിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇവര് 2016 മുതൽ ഇപ്പോൾ ഈ 9.5 വർഷമായിട്ട് ഭരിക്കുന്നത് മുമ്പത്തെ കാലത്തെ നിന്നും മാറ്റം വരുത്താൻ വേണ്ടിയിട്ടല്ലേ? മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1-2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഈ ഫയലുകളെ സംബന്ധിച്ചാണ്. ഓരോ ഫയലുകൾ ഓരോ ജീവിതമാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹം ഈ 9 വർഷത്തിനിടയ്ക്കും അദ്ദേഹത്തിന് പാലിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ പോലീസുമായി ബന്ധപ്പെട്ടാണ്. പോലീസ് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, ഒരിക്കലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകത്തില്ല, പോലീസിനെ നവീകരിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പോലീസിലെ പുഴുക്കുത്തുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഇടിയൻ പോലീസൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ അദ്ദേഹം അന്ന് ഈ ചുമതലയേറ്റ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അതും അദ്ദേഹത്തിന് ഈ 9.5 വർഷത്തിനിടയ്ക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ലെന്നേ. ഈ CPM-ന്റെ ഹാൻഡിലുകൾ അത് എങ്ങനെയാണ് ഇവരെ ഇതിനെ ന്യായീകരിക്കുന്നത്? അവര് പറയുന്നത്, നല്ല മുഖ്യമന്ത്രി തന്നെ പറയുന്നത് കേട്ടു. എന്താണ് ഈ അണികളൊക്കെ തന്നെ, സൈബർ അണികളൊക്കെ തന്നെ പറയുന്നതാണ്. ഇപ്പോൾ ചില ഹാങ് ഓവർ നേരത്തെയുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആയിരുന്നല്ലോ, അതിന്റെ ഹാങ് ഓവറിലാണ് ചില പോലീസുകാരാണ്. 9.5 വർഷമായിട്ട് ആ ഹാങ് ഓവർ മാറ്റാൻ പറ്റാത്ത ഒരാളാണ് ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. ഇയാൾ പിന്നെ എന്താണ് ചെയ്തത്? ഈ 9.5 വർഷമായിട്ട് പോലീസിന്റെ UDF ഹാങ് ഓവർ അല്ലെങ്കിൽ RSSന്റെ ഹാങ് ഓവർ ഇയാൾക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പണിക്കുകൾ കൊള്ളത്തില്ലെന്നേ. അല്ലെ? 9 വർഷമായിട്ട് LDF നയം എന്താണെന്ന് പറഞ്ഞ് ഈ പോലീസിനെ മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങളുടെ പോലീസ് നയം ഇതാണ്, ഇത് നിങ്ങൾ നടപ്പിലാക്കണമെന്ന് 9.5 രണ്ടാമത്തെ ടൈം കഴിയാറായിരിക്കണം, 4-5 മാസം കൂടിയേ ഉള്ളൂ. അപ്പോഴാണ് ഇയാൾ പറയുന്നത് ഞങ്ങളുടെ നയത്തിലേക്ക് പോലീസ് വന്നിട്ടില്ലെന്ന്. ഇതിലും വലിയ ഒരു ഞാൻ ലോക പരാജയമാണെന്ന് തുറന്ന് പറയുന്നതിന് തുല്യമല്ലേ അത്? പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ഓരോ ഫയലിലും ഓരോ ജീവിതം എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അടുത്ത ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരാൾ കൊടുത്ത അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് അയാൾക്ക് CPM വീട് വെച്ച് കൊടുക്കുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അയാൾ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും കയറി ഇറങ്ങി നടന്നപ്പോ ഇവരാരും കണ്ടില്ലായിരുന്നോ? ഇപ്പൊ അയാൾക്ക് വീടായി സഖാവിന്. അതെ അതെ, അത് തന്നെ ഇവരുടെ ഒരു പരാജയമല്ലേ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നത്. കാരണം ഇയാള് ഇപ്പൊ വീടില്ലാത്തയുടെ വളരെ ദുരിതം പിടിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. ഒക്കെ വലിയ വീടൊന്നുമില്ല, കഷ്ടപ്പെട്ട ഒരു സംഭവം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇവര് ലൈഫ് എന്നും പറഞ്ഞൊക്കെ ഭവന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഇവര് കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. 4 ലക്ഷം എണ്ണം പറയാറുണ്ട്. 4 ലക്ഷം ഉണ്ട്, 5 ലക്ഷം ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുത്തു, അല്ല അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും വീടില്ലാത്തവരുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ. അദ്ദേഹം ഈ പറയുന്ന പോലെ പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ അദ്ദേഹം ഇങ്ങനെ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടാകുമല്ലോ. ഇക്കാലം അത്രയും അവർക്ക് അതിനൊരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ കൂടി അവരിപ്പോൾ കഴിഞ്ഞ ദിവസം
ഈ പറയുന്ന കെ വി അബ്ദുൽ ഖാദർ തന്നെയാണ് അവിടുത്തെയും കഥാപാത്രം. അദ്ദേഹം അവിടെ ചെന്ന് ആ വീട്ടിൽ ചെന്ന് ഏറ്റെടുക്കുകയും വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറയുകയും ഒക്കെ തന്നെ ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ 9 വർഷത്തെ തങ്ങളുടെ പരാജയം ഈ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമായി പോയത്. നല്ല കാര്യമാണ് കേട്ടോ, വീട് വെച്ച് കൊടുക്കുക നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വന്ന് സുരേഷ് ഗോപിയുടെ മുന്നിൽ ഒരു ഇത് കൊടുത്ത് അത് വിവാദമായി പുറത്തു വന്നപ്പോൾ മാത്രമാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞത് എന്നുള്ളത്. അയാൾക്ക് വീട് കിട്ടുന്നു എന്നുള്ളത് നല്ല കാര്യമാണെങ്കിൽ പോലും അത് CPM-ന്റെ ഒരു പരാജയം, ഭരണപരാജയം തുറന്നു കാട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. മറ്റൊരു കാര്യം കൂടെ, ഞാൻ ഈ വീടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടുണ്ട്. തിരുവനന്തപുരത്ത് ഹൗസിംഗ് ബോർഡ് അവിടെയുണ്ട്. അവിടെ വീട് വെച്ചിട്ട് പാവപ്പെട്ടവർക്ക് വീട് കുറഞ്ഞ റെന്റിന് വീട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ വീട് കിട്ടിയിട്ടുള്ളവരെല്ലാം അർഹതപ്പെട്ടവരല്ല, എല്ലാം പാർട്ടിയിൽ വളരെ സ്വാധീനമുള്ളവരും അവിടെ താമസിക്കുന്നവരെല്ലാം ഈ വീട് കിട്ടിയവരിൽ നിന്ന് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നവരാണ്, കൂടിയ വാടകയ്ക്ക്. അങ്ങനെ നിരവധി പേരെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അല്ല, ഇവരുടെ ഒരു നയങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന്. ഇത്തരത്തിൽ അർഹതപ്പെട്ടവർക്കൊന്നും ഇതല്ലേ അതിന്റെ ഉദാഹരണം അതല്ലേ. അർഹതപ്പെട്ടവർക്ക് ഈ പറയുന്ന ഇവര് പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിന് എപ്പോഴും പറയത്തില്ലേ അവര്, കണക്കുകൾ പറയത്തില്ലേ, ലൈഫിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വീട് വെച്ച് കൊടുത്തത് ഞങ്ങളാണ്, അല്ലെങ്കിൽ ഇത്ര സംഭവങ്ങൾ ചെയ്തത് ഞങ്ങളാണ് എന്ന് പറയും. ഇവര് ഊറ്റം കൊള്ളുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ഗുണം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്നേ. അതിന്റെ ഏറ്റവും വലിയ ഇതുപോലെ എത്ര ആളുകളുണ്ട്. നമ്മൾ ഈ പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നവര് പറയുന്നുണ്ട്, പട്ടിണി കിടക്കുന്ന എത്രയോ പേരുണ്ടെന്ന് നമ്മൾ എത്രയോ കണ്ടതാണല്ലേ. അപ്പോൾ ഇവര് ഈ കഴിഞ്ഞ 9 വർഷമായിട്ടും ഞങ്ങള് സദ്ഭരണം കാഴ്ചവെച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും അത് എവിടെയാണ് ചെയ്തതിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഒരു ഇതും ഫലവും ഈ 9 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം കൊണ്ട് ഒരു ഗുണം ലഭിക്കാത്ത നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട്, ദുരിതം അനുഭവിച്ചിരിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്ന ഓരോ സംഭവങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിനൊക്കെ പോകുമ്പോൾ അതൊക്കെ തന്നെ തുറന്നു കാട്ടപ്പെടുകയാണ്. ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ ഒരു LDF സർക്കാർ തുടർച്ചയായിട്ട് 2 തവണ ഭരിച്ച LDF സർക്കാരിനും ഇതുവരെയും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ മൂന്നാമത് കിട്ടിയിട്ട് അവർ എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്.